+1 അഡ്മിഷന്റെ കൂടെയുള്ള നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. നമ്മൾ ഇനി വളരെ പ്രതീക്ഷയോടുകൂടി ആവേശത്തോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് തേർഡ് അലോട്ട്മെന്റ്, മൂന്നാം അലോട്ട്മെന്റ് അല്ലേ. അപ്പോൾ ശരിക്കും മൂന്നാം അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ നമുക്കതിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ? അല്ലെങ്കിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണോ നമ്മുടെ വരാനിരിക്കുന്ന മൂന്നാമത്തെ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾ, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം, 9778403674 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. കൃത്യമായി മറുപടി എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ വഴിയായി നൽകിക്കൊണ്ടിരിക്കുക. റെഡി? അപ്പോൾ കുറേ ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്. കാരണം എന്താ, അവർ അഡ്മിഷനൊക്കെ എടുത്ത് അവർ ദേ ആർ ഹാപ്പി. കുറേ ആളുകൾ ഇനിയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം എന്തിന്, മൂന്നാം അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ സീറ്റ് ഒഴിവുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കേരളത്തിൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ തന്നെയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ, അതായത് ആകെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറിറ്റ് ബേസ് പോകുന്നുണ്ട്, മാനേജ്മെന്റ് കോട്ടയിൽ പോകുന്നുണ്ട്, കമ്മ്യൂണിറ്റി കോട്ട പോകുന്നുണ്ട്, അൺഎയ്ഡഡ് ഉണ്ട്, സ്പോർട്സ് കോട്ട, അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ സയൻസ് ആണെങ്കിൽ ഏകദേശം 2,16,869 സീറ്റ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് 90,138 സീറ്റുകളുണ്ട്. ഇനി കൊമേഴ്സ് ആണെങ്കിൽ 1,26,464 സീറ്റ് ഉണ്ട്. അങ്ങനെ ആകെ ടോട്ടൽ നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ 4,33,471 സീറ്റുകളാണ് ടോട്ടൽ. ഇതിന്റെ കൂടെ അഡീഷണൽ സീറ്റുകൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ, അതായത് അഡീഷണൽ സീറ്റുകളും കാര്യങ്ങളും നോക്കാതെ, അതായത് ഒരു കറക്റ്റ് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സീറ്റുകൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒറിജിനൽ സീറ്റുകളായിട്ട് അവൈലബിൾ ആയ സീറ്റുകളാണ്. കഴിഞ്ഞ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞപ്പോൾ ടോട്ടൽ എത്ര കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, അല്ലെങ്കിൽ എത്ര കുട്ടികൾ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ കാണിക്കുന്നത് 2,50,512 കുട്ടികളാണ് ശരിക്കും അഡ്മിഷൻ എടുത്തത്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇനിയും ഏകദേശം ഒരുപാട് സീറ്റുകൾ ബാക്കിയില്ലേ അല്ലേ? കറക്റ്റ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ ഇനി, അതായത് മൂന്നാമത്തെ തേർഡ് അലോട്ട്മെന്റിൽ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുക? തേർഡ് അലോട്ട്മെന്റ് നമ്മളെ കാത്തിരിക്കുന്ന 1,82,259 സീറ്റുകളാണ് കേരളത്തിൽ ഉടനീളം നമ്മളെ കാത്തിരിക്കുന്നത്. അത് പല ജില്ലകളിലും അതിൻ്റെതായ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, നമ്മളെ ഗവൺമെന്റ് നമ്മളെ മുന്നോട്ട് തരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നോക്കുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന അലോട്ട്മെന്റ് ആണ്. ഞാൻ പറയുന്നത് ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും സങ്കടകരമെന്ന വാർത്ത കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപേ മലപ്പുറത്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെ, ടി വി ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ്, അഡ്മിഷൻ അല്ലെങ്കിൽ +1 അലോട്ട്മെന്റ് കിട്ടാത്തതിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ പ്രവണതകൾ കാണുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഈ വിഷയം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ടൊന്നും പോവാനില്ല. ഇത് ഒരു ശരിക്കും പറയാൻ ഒരു പ്രൊസീജിയറിൻ്റെതാണ്. അതായത് അലോട്ട്മെന്റ് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എല്ലാ കുട്ടികൾക്കും കൂടി ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടൂല. അത് അതിൻ്റെ യാഥാർത്ഥ്യ, ടെക്നിക്കലി അത് പോസിബിൾ അല്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി. ഓക്കെ, അത് സെക്കൻഡ് അലോട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് നടന്നു പോകാനുണ്ട്. ഇതൊന്നും വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു സമയമില്ലാതെ നമ്മൾ മറ്റുള്ളവർ എന്തൊക്കെയോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓരോ അലോട്ട്മെന്റിനെയും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സീറ്റ് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ആദ്യ വീഡിയോ, അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആദ്യ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് സീറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ക്ഷമയോട് കാത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും 1,82,959 സീറ്റ് നമ്മളെ മുന്നിൽ ഇനിയും ബാക്കിയുണ്ട്. ഇതാണ് ഇനി ഇത്രയും കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. എന്നാൽ തേർഡ് അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നത് ജൂൺ 19 നമ്മൾ ഒഫീഷ്യൽ ഡേറ്റ്. ഏകദേശം രാവിലെ ഒരു 9 മുതൽ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റിലേക്ക് അലോട്ട്മെന്റ് എത്തും. നമുക്കറിയാലോ, ഒരിക്കലും ഒരു കറക്റ്റ് ഡേറ്റിന് അലോട്ട്മെന്റ് ഇതുവരെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നമുക്ക് ജൂൺ 18 നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഒരു 18 ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഏതെങ്കിലും സ്കൂൾ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളരെ ഞാൻ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്കല്ല, സീറ്റ് ഉണ്ടോ, എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സീറ്റ് ഉണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പിന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒന്നും സമയമായിട്ടില്ല. നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ നിങ്ങളെ തലയിലേക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കറക്റ്റ് സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫറും ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടികൾ സംശയം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആ സമയമാകുമ്പോൾ നിങ്ങൾ അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ അവിടേക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ കൃത്യസമയത്ത് എന്ത് ചെയ്യും,
ഞാൻ വരും, കൃത്യസ്ഥാനം ഞങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, ഇനി നിങ്ങൾ സീറ്റുകളുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുക. സീറ്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് വാരി ചെയ്യും. എങ്ങനെ ഓരോ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോടും മലപ്പുറം അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരം ഏരിയകളൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഏരിയകളൊക്കെ എന്ത് ചെയ്യും, സീറ്റ് കിട്ടും. എന്നാലും ഒരു വിദ്യാർത്ഥിയും പുറത്താകില്ല എന്നാണ് ലാസ്റ്റ് കൂടിയ നിയമസഭയിൽ വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വിദ്യാർത്ഥികളുടെ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യം, സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. മന്ത്രിയും ഗവൺമെന്റും അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കല്ലേ പറ്റൂ. സോ വളരെ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ജൂൺ 19 നമ്മുടെ 3rd അലോട്ട്മെന്റ് വരികയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അന്ന് നോക്കാം ബാക്കി കാര്യങ്ങൾ. റെഡി, ബൈ.